ഹായ്, ഞാനിതേട്ടോ കുറച്ച് തുളസിയും പൂക്കളൊക്കെ ശേഖരിക്കാൻ വന്ന സ്ഥലമാണ് ഇത്. നമുക്കിവിടെ നിന്ന് കുറച്ച് തുളസിയൊക്കെ സ്വീകരിക്കാം കേട്ടോ. കുറച്ച് തുളസിയൊക്കെ പറിച്ച് പതുക്കെ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ പോകാം കേട്ടോ. തുളസി ദേവി നമഃ, തുളസി ദേവി നമഃ, തുളസി ദേവി നമഃ. ഞാനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് തുളസി നമ്മളുടെ കയ്യിൽ തീരാറാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കേട്ടോ തുളസിയൊക്കെ ശേഖരിച്ച് ഇതൊക്കെ പുറത്ത് വയ്ക്കും. 3 ദിവസമൊക്കെ ഇതങ്ങനെ പുറത്ത് നിന്നോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ തുളസി ഇല്ലാണ്ട് ഒരു കാര്യം പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ തുളസി എന്തായാലും വേണം. കുറച്ച് ഇവിടുന്നും ഇങ്ങനെ ശേഖരിക്കും. ഞാൻ ഇവിടുന്നും കുറച്ചൊക്കെ ശേഖരിക്കും, ബാക്കി കടയിൽ നിന്ന് മേടിക്കും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ വീഡിയോ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റാണ് കേട്ടോ ഇത്. സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോ ചെയ്തു. പിന്നെ ഓരോരോ വീഡിയോ ഓരോ ദിവസം ഓരോ തരത്തിലെ വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ വീഡിയോസൊക്കെ ചെയ്യും. കഴിയുന്നത്ര എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പൂക്കളൊക്കെ ശേഖരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയി കഴുകി വൃത്തിയായി ഭഗവാനൊക്കെ സമർപ്പിക്കണം. ബാക്കിയുള്ളത് ഒക്കെ പുറത്ത് വയ്ക്കണം. മഞ്ഞുണ്ടാകുമ്പോൾ അതങ്ങ് വാടാണ്ടിരുന്നോളൂ. കുറവാണ് തോന്നുന്നുണ്ട് തുളസിയൊക്കെ. തുളസി ഒരുവിധം സ്ഥലത്തൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് തുളസിയൊക്കെ ശേഖരിക്കുന്നത്. ഇവിടെ കുറേ മുള്ളുചെടിയൊക്കെ ഉണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്നറിയോ? ഈ പൂക്കളിലൊക്കെ പേരുകൾ അറിയോ? ഇതൊക്കെ എന്ത് പൂക്കളാണെന്ന് പറയാൻ പറ്റും. ഇവിടെ കുറച്ച് തുളസി ഉണ്ട്, അതും കൂടി ഒന്ന് കുറച്ചെടുക്കുന്നു. കുറച്ച് തുളസിയൊക്കെ ശേഖരിച്ച് വയ്ക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയും തുളസിയൊക്കെ രാവിലെ പറിക്കണമെന്ന്. രാവിലെയൊക്കെ പറിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ മക്കളൊക്കെ ഉണ്ടാകുമ്പം അവർക്കൊക്കെ എക്സാമും സ്കൂളിലൊക്കെ പോകാനാകുമ്പോൾ ചിലപ്പോൾ അത് പറ്റില്ല. അവരെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് തുളസിയൊക്കെ പറിക്കാൻ വന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി കുറച്ച് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. തുളസി ദേവിയോട് സമ്മതം ചോദിച്ച് വേണം പറിക്കാൻ. ഞാൻ തുളസി പറിക്കാൻ വരുന്നൊരു വീടാണ് കേട്ടോ ഇത്. തുളസി ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ ശേഖരിച്ചുകൊണ്ട് പോകുന്നത്. മുമ്പ് പറഞ്ഞല്ലോ, കടയിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. ഇന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് എടുക്കാറ്. പിന്നെ വീട്ടിൽ തുളസി ഉണ്ട്, പക്ഷേ ഭഗവാനൊക്കെ നിവേദിക്കാനും മാല കെട്ടാനും അതുപോലെയുള്ള തുളസികളൊക്കെ ഇങ്ങനെ വന്ന് ശേഖരിക്കും.
ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് തുളസിയൊക്കെ ഇവിടെയും കുറച്ച് തുളസിയുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒരു ബണ്ട് കെട്ടിയ സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് മഴ പെയ്താൽ വെള്ളം നിറയുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ആൾ താമസം ഉണ്ട് കേട്ടോ. ആൾ താമസമുള്ള സ്ഥലമാണ് എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ വലിയൊരു പുഴയാണ്. പുഴേൻ്റെ സൈഡിലുള്ള വീടുകളാണിത്. ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഗരുഡൻ്റെ കരച്ചിൽ ഒച്ച സൗണ്ടാണ് കേൾക്കണത്. കരച്ചിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഞാൻ പറയുന്നതിൽ കേൾക്കുന്നുണ്ടാവോ? അതൊന്ന് കുറച്ച് ശേഖരിച്ചു. ഇനി കുറച്ചും കൂടി ഇവിടെയുണ്ട് കുറച്ചും കൂടി ശേഖരിക്കാനായിട്ട്. ഇത് എടുക്കാൻ പാടില്ല തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ഇതാണോ കൃഷ്ണ തുളസി? ഈ തുളസികളുടെ പറ്റിയിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ തുളസി കൃഷ്ണ തുളസിയാണോ? ചിലർ പറഞ്ഞിട്ട് എൻ്റെ ഒരു ബ്രൗൺ നിറത്തിലുള്ളത് രാമത്തുളസിയാണെന്ന്. ഇതാണോ കൃഷ്ണ തുളസി? എൻ്റെ മുറ്റത്തുണ്ട് തുളസി. അത് കൃഷ്ണ തുളസിയാണോ രാമതുളസിയാണോ അത്ര ഒരു പരിചയം എനിക്കില്ല കേട്ടോ. എന്തായാലും അറിയാവുന്നവർ ഒന്ന് പറയണേ ഇതെന്ത് തുളസിയാണ് എന്ന്. തുളസിയൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തുളസി ദേവി തുളസി ഇതിൽ കഴിഞ്ഞില്ല, അത്ര മതി. അതെന്ന് നമുക്കിനി വേറെ എവിടെ നിന്നെങ്കിലും കുറച്ച് തുളസി കിട്ടുമോ എന്ന് നോക്കാം. ഐഗിരി നന്ദി നന്ദി നീതിനി വിശ്വവിനോദി നിവാസി വിഷ്ണുവിനാസി വിഷ്ണുദിനി ഭഗവതി കുടുംബിനി ഹൂരി കൃതി ജയ ജയ ശാസുരമർദ്ദിനി. ഞാനിത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ തുളസിയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ വന്നിട്ടാണ് പൂവും തുളസിയൊക്കെ ശേഖരിക്കാനെന്ന് പറഞ്ഞല്ലോ. കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞ് നിൽപ്പുണ്ടാണ്. കുറച്ചുകൂടി തുളസി സ്വീകരിക്കണം. ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. രണ്ടൊക്കെ കെട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ? ഇവിടേക്ക് നിറയെ ചെമ്പരത്തിയും തുളസിയും ഒക്കെ ഉണ്ടാവുന്നൊരു സ്ഥലമാണിത്. ഉണ്ടോ? ഇനി ഇതിൽ കൂടെ പോയി നമുക്ക് വേണ്ട കുറച്ച് പൂക്കളും ഒക്കെ
ശേഖരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. അവിടെ ഒരു സംഭവമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചില്ല. നമ്മളെന്നെ സൂക്ഷിച്ച് നടക്കണം. ഇവിടെ കുറച്ച് കാട് പോലെയുള്ളൊരു സ്ഥലമാണ്. കാടല്ല, പക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ചും പുഴ പോലെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ കണ്ടോ, അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെയൊക്കെ ഇങ്ങനെയായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ വന്നിട്ടാണ് പൂക്കളൊക്കെ ശേഖരിച്ച് ഭഗവാനൊക്കെ സമർപ്പിക്കുന്നത്. നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം. ഈ സൈഡിൽ കൂടെ പോകുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. അത്രയും ഇങ്ങനെ കാട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതായിരുന്നു അവർ, പക്ഷേ ഉണ്ടല്ലോ പിന്നെയും പെട്ടെന്ന് അങ്ങോട്ട് കാട് അങ്ങോട്ട് നിറഞ്ഞു കേട്ടോ. ഇത് നോക്കി, കുറച്ച് നല്ല വൃത്തിയായിട്ടിരുന്ന സ്ഥലമാണ്. അത്ര പെട്ടെന്നൊന്നറിയാം ഇവിടെയൊക്കെ അങ്ങ് കാട് നിറഞ്ഞത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ നാരായണ ഉദ്ധവ മധുസൂദന കൃഷ്ണ കൃഷ്ണ. ഇതൊക്കെ പറിക്കുമ്പോൾ വിചാരിക്കണ്ട, ഇതൊക്കെ കാണിക്കാനാണ് വീഡിയോ ചെയ്തത്. ഞാനിവിടെ വരുന്ന സ്ഥലമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ഇവിടെ വന്നിതൊക്കെ ശേഖരിക്കുന്നൊരു സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പതുക്കെയാണോ വീഡിയോ സംസാരിക്കുന്നത്? ലക്ഷ്മീ നാരായണ
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനതിൻ്റെതായിട്ടുള്ള ഒരു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കതൊരു ഭാരമായിട്ടൊന്നും തോന്നില്ല. എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഹാപ്പി ആയിട്ട് ചെയ്യുക. അതിന് ശേഷം അത് ഭഗവാനങ്ങ് സമർപ്പിക്കുക. ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. വെയിൽ ചെറുതായിട്ട് ഉദിച്ചു തുടങ്ങിയത് കാരണം എടുക്കാൻ ഇച്ചിരി പ്രയാസം ഇവിടെ തന്നെയുണ്ട്. പൊന്തിക്കുമ്പോൾ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. വലിയൊരു പുഴ അങ്ങ് നിരന്ന് കിടക്കുകയാണ് കേട്ടോ ഇത്.